ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് എംപയറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാരി ഫോൾസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ തയ്ച്ചെടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിന് വേണ്ടത് 44 ഇഞ്ച് വൈഡുള്ള 1/2 മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ്. അതിനെ ഇതേപോലെ 6 ഇഞ്ച് വീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സാരി ഫോൾസ് എല്ലാം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് മെറ്റീരിയൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എങ്കിലും ചില സാഹചര്യത്തിൽ സാരിൻ്റെ ബോർഡറിന് കണക്കിനുള്ള കളറ് കിട്ടാതെ വരുന്ന അവസരത്തിൽ ഇതേപോലെ നമുക്ക് മെറ്റീരിയൽ വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ 6 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ ഇതേപോലെ ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്യണം. ഇതേപോലെ 44ൻ്റെ 2 പീസാണ് നമുക്ക് ആവശ്യം. ജോയിൻറ്റ് ചെയ്ത മെറ്റീരിയൽ ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം. ഇനി ഇത് എങ്ങനെ സാരിയിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. സാരീൻ്റെ ഉൾഭാഗം മുകളിലോട്ടായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം സാരീൻ്റെ തുടക്കത്തിൽ 15 ഇഞ്ച് നമ്മൾ ഒഴിവാക്കി ഈ 3 ഭാഗം കൈകൊണ്ട് തുന്നി കൊടുക്കണം. ഇനി ഇതെങ്ങനെ തയ്ച്ചെടുക്കുന്ന രീതി നമുക്ക് നോക്കാം. സാരീൻ്റെ അടിഭാഗത്തായിട്ട് സാരി ഉൾഭാഗം മുകളിലോട്ടായിട്ട് വെച്ചതിന് ശേഷം സാരീൻ്റെ ബോർഡറിൽ നിന്നും ഒരു പോയിൻ്റ് ഫോള് മുകളിലോട്ടായിട്ട് കയറ്റി വെക്കണം. ഇനി ഇതിനെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഇതേപോലെ മെഷീനിൽ തയ്ച്ചെടുക്കണം. ഒരു ഭാഗം, ബാക്കിയുള്ള 3 ഭാഗം നമുക്ക് കയ്യാലെ തുന്നി കൊടുക്കാവുന്നതാണ്. മെഷീനിൽ തയ്ച്ചെടുക്കാമെങ്കിലും ഫിനിഷിങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കൈകൊണ്ട് ഇത് തുന്നി കൊടുക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ ചുളിവുകളെല്ലാം ഒഴിവാക്കി വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ. ഇത് സാരിക്ക് ഒരു സേഫ്റ്റിയാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. ഹീൽസിൻ്റെ അടിയിലെല്ലാം പെട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതേപോലെ സാരീൻ്റെ പ്ലീറ്റുകളെല്ലാം വളരെ ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ തന്നെ പ്ലീറ്റ് കിട്ടുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ. ഇനി ഇതിനെ ചുളിവുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ പിന്നുകൾ ഉപയോഗിച്ച് ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ പിന്നുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല വൃത്തിയിൽ ഇതിൻ്റെ ചുളിവുകളെല്ലാം റിമൂവ് ചെയ്യാം. ചുളിവുകളെല്ലാം ഒഴിവായി വളരെ ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പിന്നുകൾ ഉപയോഗിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഇതേപോലെ പിൻ കുത്തിയിട്ട് വേണം നമുക്ക് ഇത് തുന്നിയെടുക്കാൻ. ഇനി സിംഗിൾ നൂല് സൂചിയിൽ ഉപയോഗിച്ച് വേണം ഇത് തുന്നിയെടുക്കാൻ. ഇതേപോലെ 3 ഭാഗം അടുപ്പിച്ചിട്ട് വേണം നമുക്ക് തുന്നിയെടുക്കാൻ. ഈ തുന്നിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചൊന്നും പുറത്ത് കാണൂല.
മെഷീനിൽ തയ്ക്കുമ്പോൾ സ്റ്റിച്ചെല്ലാം പുറത്ത് കണ്ട് ഇതിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടും. കൂടുതൽ ചുളിവുകൾ വന്ന് സാരി വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൈകൊണ്ട് തുന്നി കൊടുക്കുന്നത്. ഇതേപോലെ ആദ്യം മുതൽ അവസാനം നമുക്ക് തുന്നിയെടുക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലുള്ള പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.